Suresh Shah, welcoming you once again to my channel Max Simpler Easier. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽസ് എന്ന പാഠഭാഗമാണ്. ഡെസിമൽസ് അഥവാ ദശാംശ സംഖ്യകൾ എന്ന് മലയാളത്തിൽ പറയും. ഒരു ഡെസിമൽ സംഖ്യയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. ഒരു ഡെസിമൽ പോയിന്റ്, പിന്നെ ഈ ഡെസിമൽ പോയിന്റിന്റെ ഇടതുവശത്തായുള്ള ഹോൾ നമ്പർ. ഫോർ എക്സാമ്പിൾ 20 അഥവാ 20. പിന്നെ ഡെസിമൽ പോയിന്റിന്റെ വലതുവശത്തായിട്ടുള്ള ഫ്രാക്ഷൻ സംഖ്യ അഥവാ ഭിന്നസംഖ്യ എന്ന് പറയും അത്. ഇപ്പോ നമ്മൾ വായിക്കേണ്ടത് ഈ ഡെസിമൽ സംഖ്യയെ നമ്മൾ വായിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20.52 എന്നാണ്. നാം പലരും വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 20.52 എന്നാണ് വായിച്ച് ഞാൻ പലരും കേട്ടിട്ടുള്ളത്. പക്ഷെ അത് തെറ്റായ രീതിയാണ്. നമ്മൾ വായിക്കേണ്ടത് 20.52 എന്നാണ്. ഇനി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 20.52 എന്നതാണ് ശരിയായ രീതി. അല്ലാതെ 20.52 എന്ന് വായിക്കുന്നത് തെറ്റായ രീതിയാണ്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ദശാംശ സംഖ്യയെ എങ്ങനെ നമുക്ക് പല ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്യാം എന്നതാണ്. അത് നമ്മൾ പല ഭാഗങ്ങളായി സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിരുന്നത്. ഉദാഹരണത്തിന് 20.52 എന്ന ഈ ഭാഗം നമ്മളിങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ 20.5/10 പ്ലസ് 2.100 എന്നാണ്. ദാറ്റ് മീൻസ് ഒരു ദശാംശ സംഖ്യ അഥവാ ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫ്രാക്ഷന് എങ്ങനെ നമുക്ക് ഡെസിമലാക്കി മാറ്റാം എന്നതിനെ പറ്റിയാണ്. അതായത് വരും നമുക്ക് ആ ഒരു കാര്യം കാണാം. ഒരു ഫ്രാക്ഷനെ എങ്ങനെ നമുക്ക് ഡെസിമലാക്കി മാറ്റാം. സോ കൺവേർട്ടിംഗ് എ ഫ്രാക്ഷൻ ടു എ ഡെസിമൽ അഥവാ ഒരു ഭിന്നസംഖ്യയെ എങ്ങനെ ഒരു ദശാംശ സംഖ്യയാക്കി മാറ്റാം എന്നുള്ളതാണ്. Come on, let's see. ഉദാഹരണത്തിന് 1/2 അഥവാ 2/1 ഇതിനെ എങ്ങനെ നമുക്കൊരു ദശാംശ സംഖ്യയാക്കി മാറ്റാം എന്നുള്ളതാണ്. നോക്കിക്കോളൂ. ഇതിന്റെ ഒപ്പം ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ 5/5 എന്ന ഭിന്നസംഖ്യ ഉപയോഗിച്ച് 1/2 ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നോക്കൂ. 1 × 5 5, 2 × 5 10. സോ ഡിനോമിനേറ്ററായി നമുക്ക് കിട്ടുന്ന ഇവിടെ 10ഉം ന്യൂമറേറ്റർ 5ഉമാണ്. സോ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സിമ്പിൾ ആണ്. 0.5 is the answer. ദശാംശം 5 എന്നതാണ് ഇവിടെ. അതായത് 1.2 is equal to 0.5. ഇതേപോലെ തന്നെ മറ്റൊരു ദശാംശ സംഖ്യയായ നമുക്ക് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഉദാഹരണത്തിന് 1/4 മുകളിലും താഴെയുമായി നമുക്ക് 25 കൊണ്ടാണ് നമ്മളിവിടെ ഞാൻ ഗുണിക്കുന്നത്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ 25 കൊണ്ട് ഗുണിക്കുകയാണ്. 1നെ 25 കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 25ഉം 4നെ 25 കൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് 100ഉമാണ്. സോ 25/100. സോ ഇതിനെ നമ്മൾ എഴുതുന്ന രീതി നോക്കിക്കോളൂ. ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ നമുക്ക് ഡെസിമലാക്കി മാറ്റുക എന്നുള്ളത്. ഇനി മറ്റ് ചില ഫ്രാക്ഷൻസിനെ, അതായത് ഡിനോമിനേറ്റർ 10, 100 അഥവാ 1000 വരുന്ന ഫ്രാക്ഷൻസിനെ നമുക്ക് എങ്ങനെ ഡെസിമൽസ് ആക്കി മാറ്റാം. വരും നമുക്ക് അതിലേക്ക് പോവാം. സോ ഇനി മുതൽ നമുക്ക് ഫ്രാക്ഷൻസ്, അതായത് ഡിനോമിനേറ്റർ 10, 100 or 1000 വരുന്ന ഫ്രാക്ഷൻസിനെ നമുക്ക് എങ്ങനെ ഡെസിമലാക്കി മാറ്റാം എന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ 1/10
1/100, 1/1000. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴെ എനിക്ക് ഒരു സീറോ മാത്രമാണ് കാണാൻ കഴിയുക. സോ ഇതിനെ ഡെസിമലാക്കി എഴുതുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അടുത്തതായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1/100, ഇവിടെ ഡിനോമിനേറ്റർ 100 ഇവിടെ കാണാം നിങ്ങൾക്ക് 2 പൂജ്യമാണുള്ളത്. അഥവാ താഴെ നമുക്ക് 2 പൂജ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡെസിമൽ ആക്കി അത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെസിമൽ അഥവാ 0.01 എന്ന് നമുക്ക് എഴുതേണ്ടതായി വരും. 0.01. എപ്പോഴും തന്നെ ഒരു ഡെസിമൽ സംഖ്യ എഴുതുന്നതിന് മുമ്പ് ഡെസിമലിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 0 ഇടുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരു ഫ്രാക്ഷനെ നമ്മൾ ഡെസിമലാക്കി എഴുതുമ്പോൾ ഡെസിമലിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇടതുവശത്ത് ഒരു 0 ചേർക്കുക. ഇനി 1/1000, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം 3 പൂജ്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദശാംശം കഴിഞ്ഞ ഉടനെ 2 പൂജ്യവും പിന്നെ ഒരു 1 നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എങ്ങനെ 10 അഥവാ 100 അല്ലെങ്കിൽ 1000 ഡിനോമിനേറ്റർ ആയിട്ട് വന്നാൽ അവയെ എങ്ങനെ ഡെസിമൽസ് ആക്കി മാറ്റാമെന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി ഡെസിമൽസിന്റെ അടുത്ത ഭാഗവുമായി നിങ്ങളെ ഞാൻ കാണും വരെ നിങ്ങളിൽ നിന്ന് ഞാൻ ഇവിടെ പറയുന്നു. താങ്ക് യു. ഐ എം വെങ്കടേഷ് ആർ. See you once again in my next video.